ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് (RPF) ഇപ്പോൾ കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. മിനിമം 10ാം ക്ലാസ് ഡിഗ്രി ഉള്ളവർക്ക് കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലായി മൊത്തം 2250 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് (RPF)ൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകൾ: കോൺസ്റ്റബിൾ 2000, സബ് ഇൻസ്പെക്ടർ 250, ടോട്ടൽ 2250 ഒഴിവുകൾ. RPF-ൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി: ഫോർ കോൺസ്റ്റബിൾ 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ, ഫോർ സബ് ഇൻസ്പെക്ടർ 20 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ. RPF റിക്രൂട്ട്മെൻറ്റ് ഏജ് റിലാക്സേഷൻ: SC/ST 5 years, OBC 3 years, PWD 10 years. RPF-ൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. സബ് ഇൻസ്പെക്ടർ വിദ്യാഭ്യാസ യോഗ്യത: ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. കോൺസ്റ്റബിൾ 10ാം ക്ലാസ് പാസ്. സെലക്ഷൻ പ്രോസസ് ഓഫ് RPF റിക്രൂട്ട്മെൻറ്റ്: Phase 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, Phase 2 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ്, Phase 3 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് കാറ്റഗറി UR ആൻഡ് OBC: ഹൈറ്റ് മെയിൽ 165, ഹൈറ്റ് ഫീമെയിൽ 157, ചെസ്റ്റ് ഇൻ സെൻറ്റിമീറ്റർ 80 to 85. SC/ST: ഹൈറ്റ് മെയിൽ 160, ഹൈറ്റ് ഫീമെയിൽ 152, ചെസ്റ്റ് 76 to 81. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാറ്റഗറി സബ് ഇൻസ്പെക്ടർ: റണ്ണിംഗ് 1600 മീറ്റർ ഇൻ 6 minutes 30 seconds, ലോങ് ജംപ് 12 feet, ഹൈ ജംപ് 3.9 feet. സബ് ഇൻസ്പെക്ടർ ഫീമെയിൽ: റണ്ണിംഗ് 800 meters in 4 minutes, ലോങ് ജംപ് 9 feet, ഹൈ ജംപ് 3 feet. കോൺസ്റ്റബിൾ: റണ്ണിംഗ് 1600 meters in 5 minutes 45 seconds, ലോങ് ജംപ് 14 feet, ഹൈ ജംപ് 4 feet. കോൺസ്റ്റബിൾ ഫീമെയിൽ: റണ്ണിംഗ് 800 meters in 3 minutes and 40 seconds, ലോങ് ജംപ് 9 feet, ഹൈ ജംപ് 3 feet. അപേക്ഷാ ഫീസ്: RPF-ൻ്റെ 2250 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് കൂടി നിങ്ങൾ നൽകണം. UR, OBC, EWS അപേക്ഷാ ഫീസ് 500, SC/ST, PWD 250. പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ. എങ്ങനെ അപേക്ഷിക്കാം? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF-ൻ്റെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷാ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ചെക്ക് ചെയ്തതിന് ശേഷം അത് വായിച്ച് മനസ്സിലാക്കി അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. ഒന്ന്, ഔദ്യോഗിക വെബ്സൈറ്റായ www.rpf.indianrailways.gov.in സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കി ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. കോഴിക്കോട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സമഗ്ര വികസനത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന മൈക്രോ പ്ലാൻ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള വിവര ശേഖരണത്തിനായി എനിമേറ്റർമാരെ നിയമിക്കുന്നതിനായി ജനുവരി 5 രാവിലെ 10 മണി മുതൽ കോടഞ്ചേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും 6 രാവിലെ 10 മണിക്ക് പേരാമ്പ്ര ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും വാക്കന്റ് ഇൻ്റർവ്യൂ നടത്തുന്നു. +2 വിദ്യാഭ്യാസ യോഗ്യത, മൊബൈൽ ആപ്പ് വഴി വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സാങ്കേതിക കഴിവുള്ളവരും
കോഴിക്കോട് ജില്ലയിലെ പട്ടികവർഗ കോളനികൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തുന്നതിന് കഴിവും താൽപ്പര്യവുമുള്ളവരുമായ യുവതീ യുവാക്കൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപേക്ഷകർക്ക് സ്വന്തമായി സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കേണ്ടതാണ്. പട്ടികവർഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നതാണ്. കൂടിക്കാഴ്ച സമയത്ത് ഉദ്യോഗാർത്ഥികൾ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അധിക യോഗ്യതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ അസൽ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അസൽ ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 04952376 എന്യൂമറേറ്റർ താൽക്കാലിക നിയമനം. എറണാകുളം ജില്ലയിലെ പട്ടികവർഗ ഊരുകളുടെയും വ്യക്തികളുടെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കി പട്ടികവർഗ വികസന വകുപ്പ് മൈക്രോ പ്ലാൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടമായ ഫീൽഡ് തല വിവരശേഖരണത്തിനുള്ള എന്യൂമറേറ്റർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് +2 അല്ലെങ്കിൽ അതിന് മുകളിൽ യോഗ്യതയും സാങ്കേതിക കഴിവും ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന ഈ സർവേയിൽ പട്ടികവർഗ കുടുംബങ്ങളുടെ ഭൂമിശാസ്ത്ര ലൊക്കേഷൻസ് രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിനാൽ എന്യൂമറേറ്ററായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന എന്യൂമറേറ്റർക്ക് വിവരശേഖരണം നടത്തുന്നതിന് വീട് ഒന്നിന് 80 രൂപ നിരക്കിൽ വേതനം അനുവദിക്കും. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയവും എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി 10-നകം മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ്, ആലുവ, ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0485297037 9496070337 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റന്റ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് തസ്തിക അസിസ്റ്റന്റ് സൂപ്പർവൈസർ, ഒഴിവുകളുടെ എണ്ണം 209, ശമ്പളം 27,000. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 ജനുവരി 15. ഏജ് ലിമിറ്റ് പൊതുവിഭാഗം 35 വയസ്സിൽ കൂടരുത്. OBC 38 വയസ്സ്, SC ST 40 വയസ്സ്. ക്വാളിഫിക്കേഷൻ കുറഞ്ഞത് 3 വർഷത്തെ ബിരുദം അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് തത്തുല്യം ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല, അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കമ്പ്യൂട്ടറിലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കുറഞ്ഞത് 1 വർഷത്തെ കാലാവധി. പോസ്റ്റ് യോഗ്യതയ്ക്ക് ശേഷം ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ BCA, BSc, IT, CS ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. പോസ്റ്റ് യോഗ്യതയ്ക്ക് ശേഷം ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസ് 1000 രൂപ. അയക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. എങ്ങനെ അപേക്ഷിക്കാം? ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക, റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക, സൈനപ്പ് ചെയ്യുക, അപേക്ഷ സമർപ്പിക്കുക. ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപ്ലൈ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിൻ്റെ കീഴിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ പ്രവർത്തിക്കുന്ന കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് CFRDയുടെ ഉടമസ്ഥതയിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് FETC ട്രെയിനിങ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. പ്രതിമാസ വേതനം 25,000 രൂപ. യോഗ്യത: ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് വിഷയത്തിൽ 1-ാം ക്ലാസ്, ഉയർന്ന 2nd ക്ലാസ് ബിരുദാനന്തര ബിരുദവും മോഡേൺ ഫുഡ് പ്രോസസ്സിംഗ് രംഗത്ത് 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച പ്രവൃത്തി പരിചയമുള്ളവരെയും പരിഗണിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി 23/1/2024.
സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.